കുഞ്ഞിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് വെച്ചപ്പോൾ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, പോവാണ്. അതെ, പണ്ട് എൻ്റെ അപ്പനുമേ ഇതുപോലൊരു മീറ്റിങ്ങിന് കൂടിയിട്ടുണ്ട്. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കേട്ടിട്ടാരും എന്നെ തല്ലാൻ വരല്ലേ കേട്ടോ. അമ്മാതിരി ഒരു ബാല്യകാലം എനിക്കും ഉണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും റിവേഴ്സ് ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം അത് നമ്മുടെ സ്കൂൾ ജീവിതമാണ്. അങ്ങനെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പണ്ടേ പത്തനംതിട്ടയിൽ അബാനിൽ നമുക്കൊരു പ്രാവശ്യം കലോത്സവം എത്തിയപ്പോൾ നമ്മുടെ പക്രുചേട്ടന് വരുന്നുണ്ട്. അങ്ങനെ കലോത്സവം കാണണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ 3 കൂട്ടുകാരും കൂടെ തീരുമാനിച്ചെന്നാൽ നാളെ പോയേക്കാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡ്രസ്സ് മാറി ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നല്ല സന്തോഷത്തോടെ നേരെ അബാനി ചെന്ന് ഏറ്റവും പുറകിലിരുന്നില്ല, പക്രുചേട്ടനെ അടുത്ത് തന്നെ കാണണമെന്നുള്ള ആഗ്രഹം. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്ന് നല്ല അടിപൊളിയായിട്ടിരുന്ന് പക്രുചേട്ടനെ കണ്ടു. ഭയങ്കര സന്തോഷം. അതെ, കുറേ പേര് വന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഞങ്ങളങ്ങനെ VIP ആയല്ലോ എന്ന് ആയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഫോട്ടോകൾ പലരും വന്ന് എടുത്തുകൊണ്ട് പോയി. ഒന്നും വായിക്കാൻ അറിയാമല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല, സന്തോഷത്തോടെ തന്നെ അത് കണ്ടുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം നേരെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ എല്ലാവരുടെയും വക വൻ സ്വീകരണം. എന്താണെന്നല്ലേ, ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയവർ മൊത്തം പത്രക്കാരായിരുന്നു. എനിക്കാകെ അറിയാവുന്നത് മനോരമ പത്രവും. ടീച്ചർ ചോദിച്ചു എന്താ ഇന്നലെ ക്ലാസ്സിൽ വരാഞ്ഞെന്ന്. ഞങ്ങൾ 3 പേരും ഒരുപോലെ പനിയാണെന്ന് തന്നെ പറഞ്ഞേ. ആ പനിയുടെ കള്ളത്തരം മനസ്സിലായതേ ടീച്ചർ ഞങ്ങൾ നേരെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെന്നിട്ട് പല ടീച്ചർമാർ കൂടി ഞങ്ങളെ ഒരുപോലെ വധിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞ്, ഞാൻ പത്രത്തിൽ കണ്ടല്ലോ നിങ്ങൾ ഇന്നലെ കലോത്സവത്തിന് പോയതെന്ന്. ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. എന്തിനു സമ്മതിക്കണം? ഞാൻ മനോരമ പത്രം രാവിലെ കണ്ടിട്ട് പോയതാ, അതിലെൻ്റെ ഫോട്ടോ ഇല്ല. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞ്, മനോരമ പത്രത്തിലല്ല ദേശാഭിമാനിയിലാണ് കണ്ടതെന്ന്. അങ്ങനെ ഒരു പത്രം ഉണ്ടെന്ന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. സംഭവം സത്യമാണ് കേട്ടോ. ദേശാഭിമാനിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉൾപ്പെടെ ഞങ്ങളുടെ 3 പേരുടെയും ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ പതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഇറക്കി വിട്ട് നേരെ വീട്ടിൽ ചെന്ന് പേരൻസിനെ വിളിച്ചിട്ടല്ലാതെ ക്ലാസ്സിൽ കയറിയേക്കില്ലെന്ന് പറഞ്ഞു. അവിടെയും ഞാൻ പുതിയ പരിപാടി കാണിച്ച് വീട്ടിൽ ചെന്നിട്ട് അയൽവക്കത്തുള്ളൊരു ചേച്ചിയുടെ ഫോൺ എടുത്തിട്ട് നല്ല അന്തസ്സായിട്ട് അമ്മയാണെന്ന് വിളിച്ച് സംസാരിച്ച് ടീച്ചറിനോട് അന്തസ്സായിട്ട് കാര്യം പറഞ്ഞപ്പോൾ ടീച്ചറിന് ആ സംഭവം മനസ്സിലായി, അമ്മയല്ല എന്നുള്ള കാര്യം. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ എന്നൊരു വാക്കതിൽ വന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, അച്ഛനെയും കൊണ്ടുവന്നാലേ ക്ലാസ്സിൽ കയറ്റത്തുള്ളെന്ന്. എന്ത് ചെയ്യാം, അച്ഛനെയും കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പനോട് എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ട് ആകെപ്പാടെ നെഞ്ചിനകത്ത് തീയായിരുന്നു. നിവൃത്തിയില്ലാതെ അപ്പനോട് പറഞ്ഞു, നല്ലതായിട്ട് പഠിക്കുന്നത് കൊണ്ട് ടീച്ചർമാർ എന്നെ ഒന്ന് അനുമോദിക്കാൻ വേണ്ടി അപ്പനെ വിളിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞെന്ന്. പാവം അപ്പൻ വിശ്വസിച്ച് കളഞ്ഞു കേട്ടോ. വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു അപ്പന്, വിശ്വസിച്ചേ പറ്റുള്ളായിരുന്നു. ഒറ്റ മോള് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും അപ്പനെ വിളിച്ച് സ്കൂളിൽ ചെന്ന പാടെ ഒരുമാതിരി തേനീച്ച പൊതിയുന്ന അവസ്ഥയായിരുന്നു. പാവം എൻ്റെ അപ്പൻ ഇരുന്ന് വേർത്തുപോയി. അങ്ങനെ അപ്പൻ തിരക്കി വന്നപ്പോഴേ സംഭവം ഞാൻ കലോത്സവത്തിന് പോയെന്നുള്ളത് എൻ്റെ അപ്പൻ അറിഞ്ഞ്. അപ്പനൊരു പാവമായതുകൊണ്ട് കൂടുതൽ എന്നെ ടോർച്ചർ ചെയ്യാതെ മോളങ്ങ് വീട്ടിൽ വന്നേക്കെന്ന് പറഞ്ഞിട്ട് നല്ല ഡീസൻ്റായിട്ട് വീട്ടിൽ പോയി. വൈകുന്നേരത്ത് എങ്ങനെ വീട്ടിൽ വന്ന് കയറുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പടിയില്ലായിരുന്നു. എന്തായാലും വന്നല്ലേ പറ്റത്തുള്ളൂ, വേറെ എങ്ങോട്ട് പോകാൻ 10ൻ്റെ കാശില്ല, നാട് വിടാനുള്ള കഴിവുമില്ല. അങ്ങനെ എന്തായാലും ഞാനങ്ങനെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ 5 സഹോദരങ്ങളും 5 ആങ്ങളമാരും ചേച്ചി ഉൾപ്പെടെ എല്ലാവരുടെയും വക വേറെ ഒരു സ്വീകരണം. മാലയും ബൊക്കയും റീത്ത് ഉൾപ്പെടെ എല്ലാം റെഡി. പെട്ടി ഉൾപ്പെടെ അവരന്നേരമേ എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. അങ്ങനെ ചെന്ന് കയറി കൊടുത്തപ്പോഴേ അമ്മയുടെ വക മൽബറി കമ്പിൻ്റെ നല്ല ഒന്നാന്തരം 4-5 കീറ് മതിയായതോടെ സന്തോഷമായി ദാസാ. അങ്ങനെ അങ്ങും ഇങ്ങും എല്ലാം കീറി പറഞ്ഞ് ഒരു പരുവായിരുന്ന എൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പൻ പോട്ട് മോളെ, ഇനിയെങ്കിലും കലോത്സവത്തിന് പോവല്ലേ എന്ന്. പാവം അപ്പൻ കേട്ടതിലും എന്ത് ഭേദമാണ് എനിക്ക് 4 അടി കിട്ടിയതെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കി ഇതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന്. അങ്ങനെ അതിൽ പിന്നെ എവിടെ പോകണമെങ്കിലും ആങ്ങളെ സ്ഥിരം കൊണ്ടുവിടുകയും സ്ഥിരം വിളിച്ചുകൊണ്ട് പോവുകയും ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒരു ഉടായ്പും നടക്കത്തില്ലെന്ന്. പക്ഷേ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത് വാങ്ങിക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമില്ലേ, ഒന്നെനിക്ക് ഉറപ്പാണ് കേട്ടോ. ഒരുപാട് പഠിക്കണം, നല്ലതായിട്ട് തന്നെ ജീവിക്കണം. അതൊക്കെ ആവശ്യമാണെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ സുഖമുള്ള ഓർമ്മ അത് തന്നെയാണ്. 4 അടി കിട്ടിയാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ പക്രുചേട്ടനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ, അത് മാത്രമാണ് എൻ്റെ സന്തോഷം. എന്തായാലും ഇവിടെ പരിപാടി നടക്കട്ടെന്നേ. ആ പക്രുചേട്ടൻ ഇത് വല്ല അറിയുന്നുണ്ടോ എന്തോ. അങ്ങനെ കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴേ എന്നിലെ വീണ്ടും ആ പുള്ളിക്കാരി എഴുന്നേക്കാൻ തുടങ്ങി.
അങ്ങനെ ഇരുന്ന ഒരു ദിവസം ജൂൺ 5 പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് എല്ലാവരോടും പ്രിൻസിപ്പാൾ പറഞ്ഞേ എല്ലാവരും വന്നിട്ട് കോമ്പൗണ്ട് വൃത്തിയാക്കാൻ. അതെ, കോമ്പൗണ്ട് വൃത്തിയാക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരും. എന്തിനാണെന്നല്ലേ, ഇത്തവണത്തെ പരിപാടി വേറൊന്നാണ് കേട്ടോ. പ്രിൻസിപ്പാൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്ത് കോമ്പൗണ്ടിൽ കൂടെ നടന്നു വരാൻ തുടങ്ങി. നല്ല അന്തസ്സോടെ അവിടെ നിന്ന് കോമ്പൗണ്ട് വൃത്തിയാക്കാനും. അങ്ങനെ വൃത്തിയാക്കി ഇരുന്നപ്പോൾ എനിക്കൊരു രസം തോന്നി. പ്രിൻസി നേരെ നടന്നു വരുന്നു, അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു കുഴിയും. എന്നാൽ പിന്നെ എന്തായാലും ഇച്ചിരി പോച്ച കയ്യിലിരിപ്പുണ്ട്, എടുത്തൊന്ന് ഇട്ട് നോക്കിയാലോ എന്ന് ചിന്തിച്ചു. പഴയ ദേഷ്യം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലേ. അങ്ങനെ ആ പോച്ച എടുത്ത് ഞാൻ ആ കുഴിയുടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു. പ്രിൻസിപ്പാൾ നേരെ വന്നിട്ട്, ഒത്തിരി താഴ്ചയുള്ള കുഴിയൊന്നുമല്ല കേട്ടോ, ചെറിയ കുഴി, നേരെ വന്നിട്ട് ആ കുഴിയിലൊരു ഒറ്റ വീഴ്ച. അവിടെ നിന്ന് ഒരു പഞ്ച് ഡയലോഗ് ഞാൻ തന്നെ അങ്ങ് കാച്ചി. അടി തെറ്റിയാൽ പ്രിൻസിപ്പാളും വീഴുമെന്ന്. പൂരത്തിന് അന്നും എന്നെ കൊണ്ട് നിർത്തിയത് ഓഫീസ് റൂമിൻ്റെ ഫ്രണ്ടിൽ. എത്ര നേരമെന്നറിയാമോ? കുറേ നേരം നിർത്തി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാളിന് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ പ്രിൻസി തന്നെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ ഞാനെത്തിയ പരിപാടിയെ ഇവിടെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. തിരുമേനിയുടെ പ്രസംഗം കഴിഞ്ഞു. അങ്ങനെ മെമ്പർ, പ്രസിഡൻറ്റ്, അങ്ങനെ പലരും ഉണ്ട് നമ്മുടെ മീറ്റിങ്ങിൽ. ഈ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കുകയാണ്. അതെ, സമ്മാനം കൊടുക്കാൻ ദീപം തെളിച്ച് അവിടെ തുടങ്ങിയിട്ടുണ്ട്. സമ്മാനങ്ങൾ ഓരോരുത്തരായി വാങ്ങിക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെയും കൂടി സാധിക്കാതെ പോയി നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന്. അതെ, എല്ലാവരും സന്തോഷത്തോടെ തന്നെ സമ്മാനം വാങ്ങിച്ച് പോകുന്നുണ്ട് കേട്ടോ. പഠിക്കാൻ വണ്ടിയായിരുന്നെങ്കിലും ഞാൻ നല്ലതായിട്ട് ഓടുമായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നതല്ല കേട്ടോ. സ്കൂളിൽ എന്ത് മത്സര ഓട്ടത്തിൻ്റെ വെച്ചാലും ഫസ്റ്റ് എനിക്കായിരുന്നു. അങ്ങനെ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയ ഒരു പ്രാവശ്യം എന്നെയും കൊണ്ട് സ്കൂളിലെ ടീച്ചർമാർ പത്തനംതിട്ട സ്റ്റേഡിയത്തിലൊന്ന് ഓടാൻ പോയപ്പോൾ അടുത്ത് നിന്നൊരു കൊച്ചു പറഞ്ഞു, ആദ്യം നമുക്ക് പതുക്കെ ഓടി തുടങ്ങിയാൽ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് സ്പീഡിൽ ഓടാമെന്ന്. ആ ബുദ്ധി ഞാൻ അങ്ങ് പ്രയോഗിച്ചു. പിന്നീടാണ് എനിക്ക് ആ കൊച്ചിൻ്റെ തേപ്പിനെക്കുറിച്ച് മനസ്സിലായത്. എന്തായാലും ഞാൻ വൻപിച്ച രീതിയിൽ തന്നെ തോറ്റു. ഏറ്റവും പുറകെ ഞാൻ. അന്നേരം അടുത്ത് നിന്നൊരു ചേട്ടൻ എന്നോട് പറഞ്ഞേ, മോളെ അവിടെ നിൽക്കാമെങ്കിൽ ഞാനൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാമെന്ന്. അതെങ്കിലും നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ അങ്ങ് നിന്ന് കൊടുത്തു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഓട്ടത്തിലും ഞാൻ വൻ പരാജയം തന്നെയാണെന്ന്. മീറ്റിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിപ്പോയതേ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. ധനഹാമോക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. അതിനുവേണ്ടി ചെന്ന് കയറി കൊടുത്തത് നമ്മുടെ ഓമല്ലൂരിലുള്ള ഒരു കടയിൽ. അവിടെ നിന്നുള്ള തുണികൾ മൊത്തം ഞങ്ങൾ വാരി വെളിയിൽ ഇടിയിപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ വാരി ഇടിയിപ്പിച്ചപ്പോൾ പല തുണികളും എടുത്ത് ദിയാമോൾ വെച്ച് നോക്കി. കൊള്ളാം, കുഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ചേരുമായിരുന്നെന്ന്. കുഞ്ഞല്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് ചേരണ്ടെന്നും പറഞ്ഞ് അതിൽ ഒരുപാട് തുണികൾ ഞാൻ വാരി വീണ്ടും ഇടിപ്പിച്ചു. അവർ പ്രാക്ക് മൊത്തം ഏറ്റു വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഉടുപ്പ് സെലക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ എപ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിന് പോയാലും ആ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ വന്ന് കയറുന്ന സ്ഥലമായത് ഓമല്ലൂർ ഏതനിൽ. അവിടുത്തെ കണ്ണാടിക്കൂട്ട് നമ്മളെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു കളയുന്നേ. അവിടെ ചെന്ന് മൊത്തത്തിൽ നോക്കിയപ്പോൾ ഒരു വെറൈറ്റി സാധനം ഇരിക്കുന്നു. ചോദിച്ചപ്പോൾ എന്താ, ചോക്ലേറ്റ് ബന്ന്. അങ്ങനെ ചോക്ലേറ്റ് ബന്നും ഒരു മിൽക്ക് ഷേക്കും വാങ്ങിച്ച് മുന്നിൽ വെച്ചപ്പോഴേ അതിന് അകത്ത് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത. ചോക്ലേറ്റ് എങ്ങനെ ഇതിനകത്ത് കയറ്റുന്നതെന്ന്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണോ എന്താണെങ്കിലും ഒന്ന് അറിയണമല്ലോ. അങ്ങനെ മിൽക്ക് ഷേക്ക് പൊട്ടിച്ച് ദയ്യാമോൾ കുടിക്കാൻ തുടങ്ങി. ചോക്ലേറ്റ് ബന്നെടുത്തേ ഞാനും ഒന്ന് വായി വെച്ച് നോക്കി. ദാണ്ടടാ, ഇതിനകത്ത് ചോക്ലേറ്റ്. ഇനി വല്ല സർജറി ചെയ്ത് വല്ലതും കയറ്റി വെച്ചേക്കുന്നതായിരിക്കും എന്തോ. അല്ലാതെ എങ്ങനെയാ ഇത് വെക്കുക? ഇതിനകത്തുനിന്ന് ചോക്ലേറ്റ് ചാടുന്ന കണ്ടോ? ഇരിക്കുന്നതേ അഴുക്കല്ല, ചെളിയല്ല, ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇത് ചോക്ലേറ്റ് തന്നെയാകട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ചോക്ലേറ്റ് ബന്നും വാങ്ങിച്ച് കഴിച്ച് മിൽക്ക് ഷേക്കും കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്നിറങ്ങി. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ദിയാ ധനഹ മറക്കല്ലേ. ഞങ്ങളിങ്ങ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. താങ്ക് യു.